ഹലോ ഹായ് അസ്സാം വലൈക്കും. ഞാൻ ഒരുപാട് കാലത്തിന് ശേഷം എന്നും പറയുന്ന പോലെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് ക്ലീൻ ചെയ്ത സമയത്താണ് എനിക്ക് വീഡിയോ എടുക്കാമെന്ന് തോന്നിപ്പോയത് കേട്ടോ. കുറേ കാലമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ വേറെ എന്തൊക്കെ ഒരു അവസ്ഥയിലായിരുന്നു. പിന്നെ ഞാനിപ്പം ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ജോബും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഒരുപാട് ബിസി കേട്ടോ. അപ്പം ഇതിനിടയ്ക്ക് നമുക്കിഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങൾ മറന്നുപോയി, ചെയ്യാൻ മാറ്റി വെച്ച് അങ്ങനെ നമ്മളല്ലാത്തൊരവസ്ഥയിൽ കൂടെ കടന്നു പോകണ്ടോ. അപ്പം ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ചെടികളുമായിട്ട് രാവിലെ തന്നെ അവിടെ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യണത്. ഇതിൻ്റെ ഒരു ഫേവറേറ്റ് പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻകാരോ തന്ന നമ്മുടെ സാബിറതാത് തന്നിട്ടുള്ളൊരു പ്ലാന്റാണ്. അത് കുറേ അധികം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറേ പേർക്ക് കട്ടിങ്സ് കൊടുത്തു. പിന്നെ കുറേ എൻ്റെ കയ്യിൽ നിന്ന് നശിച്ചു പോയി. പിന്നെ ഇത് ഈ അടുത്തായിട്ട് ഞാൻ ഒരു കമ്പ് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ വെച്ച് പിടിപ്പിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ ക്ലീൻ ചെയ്തപ്പോഴാണ് വീഡിയോ എടുക്കാൻ തോന്നിയെന്ന് പറഞ്ഞല്ലോ. മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്താണ് കേട്ടോ. ഇത് വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്താൽ നല്ല അടിപൊളിയായിട്ട് കുഞ്ഞു പൊടികൾ വരെ നമുക്ക് ക്ലീനായിട്ട് കിട്ടും കേട്ടോ. നമ്മൾ കിടന്ന് ഉരുണ്ടാൽ പോലും പിന്നെ അവിടെ നിന്നൊരു പൊടി കിട്ടില്ല. അപ്പം ഞാനിപ്പം കുറേ ആയിട്ട് ഇത് തന്നെയാണ് യൂസ് ചെയ്യണത്. അധികം റേറ്റൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഇപ്പം ഇന്ന് ആദ്യം ക്ലീൻ ചെയ്തതിൻ്റെ ശേഷമാണ് ഞാൻ കിച്ചണിൽ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. എന്തോ ഇന്നിങ്ങനെ ഫുഡ് ഉണ്ടാക്കണതും ഒക്കെ വീഡിയോ എടുക്കണം എന്ന് അങ്ങനെ ചെറിയൊരു മൂഡ് തോന്നി. പിന്നെ ഞാൻ പ്ലാന്റ്സ് നശിച്ചു പോയി എന്ന് പറയലുണ്ടെങ്കിലും എനിക്കിഷ്ടപ്പെട്ട നമുക്ക് സ്നേഹം കാണിക്കാൻ കുറച്ച് ചെടികളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഈ ഒരു ബോട്ടിൽ അത്ര മാച്ചായിട്ട് തോന്നുന്നില്ല. എന്നാലും ഞാൻ ജസ്റ്റ് ആയിട്ട് വെള്ളമൊക്കെ മാറ്റിയിട്ട് ഒന്ന് അവിടെ വെച്ചു. നമുക്ക് ഫ്രീ ആയിട്ടെല്ലാം പണിയൊരുങ്ങിയിട്ട് ഇതിലുള്ള പിന്നെ ചെടിയൊന്ന് മാറ്റണം എന്നുണ്ട് കേട്ടോ. പിന്നെ പച്ചക്കറികളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളവിടെ തേങ്ങയൊക്കെ വാങ്ങിക്കണം കേട്ടോ. നമുക്ക് തേങ്ങയൊന്നുമില്ല, ഭയങ്കര റേറ്റാണ് തേങ്ങയ്ക്ക്. നിങ്ങളൊക്കെ എന്താ ചെയ്യൽ? തേങ്ങ വാങ്ങിക്കാറാണോ? അപ്പോൾ എന്താ പറയുക, പച്ചക്കറി വാങ്ങിക്കണ പോലെ തന്നെ തേങ്ങയും വാങ്ങേണ്ട അവസ്ഥയാണ് നമ്മുടെ കേരളത്തിൽ കേട്ടോ. അപ്പം കുറച്ച് സാധനങ്ങളാണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഐഷുവിന് ഇന്നലെ കാല് കടിച്ചിട്ട് ഭയങ്കരമായിട്ട് ഉണ്ടായിട്ടോ. ഒളിപ്പം സ്കൂളിൽ ആനുവൽ ഡേ ഒക്കെ ആയിട്ട് ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട്, അതുകൊണ്ടാണോ എന്നറിയില്ല. പിന്നെ കാൽസ്യക്കുറവ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. ഡോക്ടർ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ രാത്രി കരഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയിട്ടോളെ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി. അതിനുള്ള മരുന്നൊക്കെ കഴിച്ചപ്പോൾ ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ. ഞാനും തന്നെ നമുക്കിന്ന് വൈകുന്നേരമാണ് കുട്ടികളെ പ്രോഗ്രാമും കാര്യങ്ങളുള്ള കേട്ടോ. പിന്നെ എനിക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടൊക്കെ ഞാനിന്ന് പോയിട്ടില്ല. പിന്നെന്താ ഇപ്പം നമ്മുടെ കിച്ചൺ ഉണ്ടല്ലോ, സാധാ കിച്ചണല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് ചെറിയൊരു സ്പേസ്, ഒരു റൂമും ചെറിയൊരു കിച്ചണും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ വഴിയെ കാണിച്ചു തരാം. പിന്നെ ഇന്ന് രാവിലെ എണീറ്റ് പാടുന്ന ശാലുവിനെ കൊണ്ട് തന്നെ പിന്നെ ബെഡൊക്കെ ക്ലീൻ ചെയ്തു കേട്ടോ. ജസ്റ്റ് ക്ലീൻ ചെയ്യിപ്പിച്ചു. പിന്നെ അതിൻ്റെ ശേഷം വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഞാൻ ഒന്നുകൂടി ചെയ്യാമല്ലോ, പക്ഷേ അവരെ കൊണ്ട് അത് ശീലിപ്പിക്കാമെന്ന് വിചാരിച്ചു. മോളുടെ പിന്നെ പാവയും അങ്ങനെ കളിക്കുന്ന സാധനങ്ങളൊക്കെ കൊണ്ട് ഓളെ കൊണ്ട് ഒതുക്കി വെപ്പിച്ചു കേട്ടോ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു. എല്ലാം ഞാൻ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ മക്കളും ഇതൊക്കെ ശീലിക്കട്ടെ. അങ്ങനെ ഞാൻ മീനൊക്കെ മസാല തേച്ചു. പിന്നെ നമ്മളെ പുതിയ കിച്ചണിലാണ്. കിച്ചണിൻ്റെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് പടച്ചിട്ടിട്ടുള്ളൂ. എൻ്റെ വലിയൊരു ആഗ്രഹമാണ്. പിന്നെ നമ്മുടെ വീട് ചെറിയ വീടായതിനെ കൊണ്ട് തന്നെ കിച്ചണും ഹാളും നേരിട്ടാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഹാളിൽ നിന്ന് കിച്ചണിൽ കാണും. അപ്പോൾ അവിടെ പരന്ന് കിടക്കേണ്ട ഒരു സമയമാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ഇവിടേക്ക് ചെറിയൊരു സ്പേസ് എടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. പഴയ കാർപ്പറ്റ് ഇട്ടിട്ട് ഞാൻ ആ ഒരു സ്ലാബ് ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ ഗ്യാസും വെച്ചിട്ടുണ്ട്. ഇവിടെ ഫുഡ് ഉണ്ടാക്കുക, ക്ലീനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടോ. എനിക്ക് ആവശ്യമുള്ള കുറച്ച് കുപ്പികളും സാധനങ്ങളൊക്കെ ഞാനിവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഭയങ്കര എനിക്കെന്തൊരു സമാധാനം കേട്ടോ. ഇവിടെ കുക്ക് ചെയ്യുമ്പോഴും പിന്നെ അപ്പുറത്ത് വല്ലാതെ വൃത്തിയുടെ ആവലില്ല, എന്നാലും എന്തൊക്കെയൊരു സുഖമുണ്ട്. അപ്പോൾ ഇനി കൂട്ടാൻ വെക്കണം. ഞാനൊരു ചേമ്പ് എടുത്തിട്ടുണ്ട് കറി വെക്കാൻ. പിന്നെ മീൻ ഫ്രൈ ചെയ്തിട്ടുണ്ട്. ചോറ് അവിടെ വെന്തോ. നമ്മുടെ ഉപ്പേരിക്കുള്ള സംഭവം കൂടി ഞാനൊന്ന് എടുത്ത് വെക്കുകയാണ് കേട്ടോ. ക്ലീൻ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് കാണിക്കാം. എപ്പോഴും പറയണ പോലെ തന്നെ വീഡിയോ ചെയ്ത് ആക്റ്റീവ് ആവണം എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് നോക്കട്ടെ കേട്ടോ. ഓരോരോ കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് നമ്മളെ സന്തോഷങ്ങൾ മാറ്റി വെക്കുക എന്ന് പറയുമ്പം എന്താ പറയുക, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സാക്രിഫൈ ചെയ്യുക എന്ന് പറയില്ലേ. എപ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സാക്രിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരാണ് വളർന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഈ ഒരു മെസ്സേജും കൂടെ ലാസ്റ്റായിട്ട് തന്നുകൊണ്ട് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അസ്സലാമു അലൈക്കും.